ആദ്യ വർഷം സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ പരിശീലനം ഏത് രീതിയിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകണം? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചില ആളുകൾ വളരെ ആവേശത്തോടു കൂടി ആദ്യത്തെ തവണ സിവിൽ സർവീസ് അറ്റംപ്റ്റ് കൊടുക്കും, പക്ഷേ സിവിൽ സർവീസ് വിജയിക്കുകയില്ല. എന്നാൽ സിവിൽ സർവീസിൽ വിജയിക്കുന്ന ആളുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് അത് പറയുന്നത് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കുന്നത് എന്നാണ്. അതായത് ശരാശരി ഒരു 3 വർഷം സിവിൽ സർവീസ് പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന വിദ്യാർത്ഥികളാണ് വിജയിക്കുന്നവരിൽ ഏറിയ പങ്കും. അപ്പോൾ ആദ്യത്തെ ഒരു തവണ കഴിയുമ്പോൾ തന്നെ എക്സോസ്റ്റഡ് ആവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പാരലലി ഒന്ന് ടീച്ചിങ് പോലെ, നമുക്കിപ്പോൾ ഒരു മെയിൻസ് ഒക്കെ എഴുതിയെങ്കിൽ നമുക്ക് ടീച്ചിങ് പോലെയുള്ള ജോബ്സ് പോസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് തിങ്ക് ചെയ്ത് തുടങ്ങാം. ഒപ്പം ഓരോ ടോപ്പിക്സും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം, പ്രിലിം നന്നായിട്ട് പഠിക്കും, പ്രിലിം കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ കിട്ടിയാൽ പോലും മെയിൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാര്യം മെയിനിന് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡായിട്ട് ഓരോ ഏരിയയും തീർത്ത് ഒരു എഡ്ജ് ഉണ്ടാക്കി മുൻപോട്ടേക്ക് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സിവിൽ സർവീസിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം സെൽഫ് മോട്ടിവേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പുറത്തു നിന്ന് ചൂട് കൊടുത്താൽ ഒരു മുട്ട, അതിൽ നിന്ന് ജീവൻ പുറത്തു വരില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ചൂട് വരുമ്പോഴാണ് അത് ഒരു ജീവനായി, ഒരു കുഞ്ഞായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ നിരന്തരം വേണം. അതിനുവേണ്ടി പോസിറ്റീവ് ഓട്ടോ സജഷൻസ് കൊടുക്കുക. എന്നെക്കൊണ്ട് പറ്റും, ഞാനൊരു IAS ഓഫീസർ ആവാൻ ജനിച്ച ആളാണ്, IPS ഓഫീസർ ആവാൻ ജനിച്ച ആളാണ്, ഇത്രയും പേർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മൾ നമ്മളുടെ ഗോൾസ് സെറ്റ് ചെയ്ത് വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിരന്തരം ശ്രമിക്കുന്ന ആളുകൾ ഉറപ്പായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യും. എക്സാമിനൊരു കാഠിന്യമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ റീസെൻ്റ്ലി നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോവുകയുണ്ട് ഹൈദരാബാദിൽ. എൻ്റെ 2 സ്റ്റുഡൻസ് അവിടെ IPS നേടി അവരുടെ പാസിംഗ് ഔട്ട് സെറിമണിക്കാണ് പോയത്. അപ്പോൾ കണ്ട വലിയൊരു കാഴ്ച, അവർ ആ അക്കാഡമിയെല്ലാം കാണിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു വർഷം 150 IPS ഓഫീസേഴ്സിന് വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന 1200 കോടി രൂപയാണ്. അതായത് ഏതാണ്ട് 700-750 കോടി രൂപയാണ് ഒരാൾക്ക് വേണ്ടി, 750 ലക്ഷം, 7 കോടി രൂപയാണ് ഒരാൾക്ക് വേണ്ടി ഗവൺമെൻറ് ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്നത്. അത്രമാത്രം മികച്ച ഒരു ലീഡർഷിപ്പിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഏത് സിവിൽ സർവീസിലെത്തിയാലും ആ മേഖലയിൽ ഇന്ത്യയെ തന്നെ ഭാവിയിൽ നയിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് നിങ്ങൾ മാറുന്നത്. ഒരു കുടിൽ പണിയാൻ 3-4 ദിവസം മതി, പക്ഷേ ഒരു പാലസ് പണിയണമെങ്കിൽ ചിലപ്പോൾ 1-2 വർഷങ്ങൾ എടുത്തേക്കാം. അതുപോലെ തന്നെയാണ് സിവിൽ സർവീസും. നിരന്തര സാധനയിലൂടെ മാത്രമേ നമുക്ക് സിവിൽ സർവീസ് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു 15 വർഷമായി സിവിൽ സർവീസ് കോച്ചിങ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 100-ൽ പരം IAS IPS ഓഫീസേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഇവരൊന്നും ഒരു സുപ്രഭാതത്തിൽ ഓഫീസേഴ്സായി ഒന്നവരല്ല. ഏതാണ്ട് ഒരു 20% മാത്രമാണ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത സർവീസിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ അറ്റംപ്റ്റ് ഇമ്പോസിബിൾ ആണെന്നുമല്ല. നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുൻപോട്ടേക്ക് പോവുക. ഒരു തവണ ശ്രമിച്ച് പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും.